ഇപ്പോൾ കഴിഞ്ഞൊരു 10-15 വർഷക്കാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ഭീഷണികളെയും മാറ്റി നിർത്തിക്കൊണ്ട് 50 വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരോ എന്തോ പറഞ്ഞു എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഈ പറയുന്ന ലീഗിന്റെ നേതാക്കന്മാരും സമസ്ത എന്ന് പറയുന്ന ലീഗ് മുൻഗണന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്ന നേതാക്കളും ഈ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ഈ നാട്ടിലെ അതിന്റെ പ്രവർത്തകർക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം. ഇതേ അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു ബഹുമാന്യനായ എ.പി. അബൂബക്കർ മുസ്ലിയാരെയും ലീഗ് ചാർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എ.പി. അബൂബക്കർ മുസ്ലിയാരും ജിഫ്രി മുത്തുക്കോയ തങ്ങളും സുന്നികളുടെ യോജിപ്പ് അതിൽ ഏറ്റവും ഭയപ്പെടുന്ന ആരാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. സുന്നി സമുദായം ഒരുമിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. എ.പി. അബൂബക്കർ മുസ്ലിയാരും ജിഫ്രി മുത്തുക്കോയ തങ്ങളും കൂടിയിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തി. ആ ഒരു യോജിപ്പിന്റെ ഘട്ടം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കണം. അത് ലീഗിന്റെ ആവശ്യമാണ്. പക്ഷേ ഇവിടെ എഴുത്തും വായനയും അറിയുന്ന ചിന്താശേഷിയുള്ള ഈ പറയുന്ന മുസ്ലിം സമുദായം ഈ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയൊക്കെ നടത്തുന്ന പ്രസ്താവനകൾ അത് തിരിച്ചടിയാകും. മുമ്പ് മലപ്പുറത്ത് മാത്രമുണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലൊട്ടാകെ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് ഒരു കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാത്ത ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ ആളുകളും LDFന് വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ ചിത്രം നിൽക്കുകയാണ്. അപ്പൊ ലീഗിന് ബേജാറുണ്ടാവും. കൊടിയും പൊടിയും പോയി. ഇനിയിപ്പോ എന്താ വെച്ചാൽ സീറ്റുകളും നഷ്ടപ്പെടുമോ എന്ന് സ്വാഭാവികല്ലേ. അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത്. അല്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറയും എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? ഭൂരിപക്ഷം എത്രത്തോളം കുറയുമെന്ന് കൃത്യമായി ബോധ്യമുള്ളത്, ആരൊക്കെ കൈവിട്ടു പോകുമെന്ന് കൃത്യമായി കണക്കാക്കുന്ന ശേഷിയുള്ള ആളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വിഷയത്തിലൊന്നും പറയാത്തത്? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിനറിയാം ഈ ഒരു തീരുമാനം, പാണക്കാട് സാദിഖ് അലി തങ്ങളെടുത്ത നിലപാടുകൾ, അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ സ്വരം ഒരിക്കലും മുസ്ലിം ലീഗിന് ചേർന്നതല്ല, പാണക്കാട് തങ്ങന്മാർക്ക് ചേർന്നതല്ല. അദ്ദേഹം എടുത്ത അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ ധിക്കാരപരമായ തീരുമാനങ്ങളാണ് ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ പ്രതിസന്ധി